ഹലോ ഗുയ്സ്. അപ്പോൾ ഇന്ന് വൃശ്ചികം 1 ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി അമ്മ മാല ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇനി ഞങ്ങൾ തിങ്കളാഴ്ച ആട്ടോ മാല ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയി അമ്മ മാല ഇട്ട വിശേഷങ്ങളൊക്കെ കണ്ടുവരും ഗൈസ്. ഞങ്ങൾ തിങ്കളാഴ്ച ആട്ടോ മാല ഇടുന്നത്. അപ്പോൾ എന്നാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാല വാങ്ങുന്ന സെലക്ട് ചെയ്യേണ്ടതൊന്ന് തുളസിമാല മാത്രം വാങ്ങിയതല്ലോ. ഞങ്ങൾ സൺഡേ മാല വാങ്ങുന്നു. ഞങ്ങൾ വീട്ടിൽ മാല വാങ്ങി കൊണ്ട വെക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ അമ്മയ്ക്ക് തുളസിമാല വാങ്ങട്ടെ. പിന്നെ അമ്മയ്ക്കൊരു കമ്മലും വേണം. ഫാൻസി പോയി വാങ്ങണം. അമ്മയ്ക്ക് ഒരു കമ്മലും വേണം. അയ്യപ്പൻ്റെ ഫോട്ടോ, ഒരു അയ്യപ്പൻ്റെ ചെറിയൊരു ഫോട്ടോ വാങ്ങിയേ അമ്പൂട്ടേ കേട്ടോ. തിരക്കുണ്ട് ഗൈസ്, ഒരുപാട് തരം മാല ഉണ്ട്. നമുക്ക് ഏതാ ചൂസ് ചെയ്യാം? ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വെള്ളി കളർ സാധനമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി വേഗം നോക്ക്, ഏതെങ്കിലും തുളസിമാല കേട്ടോ. പോയി അത്ര ലേറ്റായി. ഞങ്ങൾ മുടിയൊക്കെ വെട്ടാണ്ട്. പിന്നെ നാളെ ഞങ്ങൾ എറണാകുളത്തും പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. അല്ലെ കുറച്ചുകൂടി നേരത്തെ വാങ്ങി ഗൈസ്. പൊന്നി ഗൈസ്, നിങ്ങൾ ഞങ്ങൾ തിങ്കളാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാ. അയ്യോ, മാഷാണ് ഗൈസ്, മലപ്പുറം സ്കൂള്. മലപ്പുറത്തേരുണ്ട് ഒരു ഹായ് പറഞ്ഞെങ്കിൽ മാഷ കണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങൾ മാല വാങ്ങിയിട്ട് ഇനിയിപ്പോൾ അമ്മക്കൊരു കമ്മൽ വാങ്ങാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ. പിന്നെ നാളെ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ മാല ഇടാൻ. അമ്മയ്ക്ക് കമ്മൽ വാങ്ങാൻ വന്നാട്ടാ. ഞാൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അമ്മ ഹാപ്പി. അമ്മനോട് ഞങ്ങൾ പറഞ്ഞ സ്വർണ്ണത്തിൻ്റെ ഇടുന്നതിന് കുഴപ്പമില്ല. അമ്മ പറഞ്ഞു പറ്റത്തില്ല, സ്വർണം മാറ്റണം. ഗൈസ് നോടെ ഗൈസ് എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് നമ്മുടെ നെറുക്കിന് സ്റ്റാൻഡ്. പവിയം പണ്ടത്തെ നമ്മൾ അജ്മോൻ നിന്ന് ഫാൻസി ചെയ്ത് ഗൈസ്. നരിക്കിനി ഒരു 7-8 മണിയാകുമ്പോഴേക്ക് കാലിയാവും. വലിയ സ്റ്റാൻഡാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരില്ല. പിന്നെ നാളെ ഫ്രഷ് കാൻ കൊണ്ട് പൂജാ സ്റ്റോറിൽ കുറേ ആൾക്കാരുണ്ട് ആ ഭാഗത്ത്. ഗൂഗിൾ പേ ചെയ്യണമല്ലേ ഗൈസ്? ഗൂഗിൾ പേ ചെയ്യുന്നതാ ഈ ഫോണിലാണ്. കണ്ട അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ മാല എടുത്ത് കൊണ്ട് ഗൂഗിൾ പേ തന്നാ ശരി. ഗൈസ് മാല ഇടാൻ പോവാണ് മുന്നിൽ. ഇവിടെ ഒരു പ്രായം കുറഞ്ഞ സാമ്യത ഉണ്ട്. മാല പൂജിക്കുന്ന ഗൈസ്, മാല പൂജിക്കാനുള്ള റെസീറ്റ് എടുക്കുകയാണ്. പിന്നെ ആ മാമനുണ്ട്, മക്കളുണ്ട്, എല്ലാവരും. ഇതാ അമ്മയുടെ പോസ്റ്റ്. ഒരാശിന് അയത്തുണ്ട്. ഇതാ അയത്തുണ്ട്. ഞങ്ങൾ 4 ആളും കൂടി വന്നത്. നല്ല തിരക്കാട്ടോ. വൃശ്ചികം 1 ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കാണ്. നീ പൂജി റെസീറ്റ് എടുത്തോ? ഗൂഗിൾ പേ ഉണ്ടാവും അവിടെ. ഇപ്പം എല്ലായിടത്തും ഗൂഗിൾ പേ ആയിരിക്കും. രാജുവായിട്ട് നല്ലോണം പ്രായം കുറഞ്ഞില്ലേ ചിഞ്ചു? നല്ല മോനായിരിക്കില്ല. ഇപ്പോൾ ഒരു 10 വയസ്സ് കുറഞ്ഞുണ്ട്. എടുത്തോ? എന്താ നോക്കുക, രാവിലെ തന്നെ നല്ലൊരു മുഖ കാണും. ഇതാണ് കാവമ്പൂഴി അയ്യപ്പ ക്ഷേത്രം. എപ്പോഴാ ഓടിച്ച് ഒറ്റ നന്നാ വന്നൊക്കെ കഴിച്ച്. നീ ഷീറ്റ് എടുത്താ? ആടുന്ന് എടുക്കണ്ടേ? ആദ്യം പൂജിക്ക്. ഇങ്ങനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. നമ്മളെ ചങ്ക് ഇതെല്ലാവരും ഉണ്ട്. ഇതാ എന്താണ് എന്ത് ഒരു ആയി പറയാം. നന്നാവില്ലെങ്കിന്ന്
ഗൈസ് ഇതാ മാലിട്ടിക്ക് ബാലുശ്ശേരി സ്റ്റാൻഡിൽ തിരിഞ്ഞ് കളിക്കുന്ന കണ്ടാണ് ഇതാ എപ്പോൾ ഇട്ട് മാല ഞങ്ങൾ തിങ്കളാഴ്ച ഇടും അമ്മ ഇട്ട് കാര്യം പറയാം നാണാ ഞങ്ങൾ തിങ്കളാഴ്ച അത് അവിടെ കൊണ്ടു കൊടുത്തായി മാല പൂജിക്കാണല്ലോ ഷർട്ടങ്ങ് പൂജിക്കാതെ മുണ്ടുണ്ട് മുണ്ടും അങ്ങ് എടുത്തിട്ട് പോയി. ഇവിടെ വലിയ വലിയ മേൽശാന്തി ആണെന്നുണ്ട് കഴിച്ച് നമ്മുടെ അടുത്ത് സഞ്ചി അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ വെച്ചോളൂ നിങ്ങളെ ഷർട്ട് പൂജിക്കാത്തിട്ട് ഷർട്ടങ്ങ് പൂജിക്കാതെ എന്നിട്ട് അവിടെ വെച്ചിട്ട് വണ്ടി വന്നിട്ടോ അമ്മ മാലിട്ട് ഇറങ്ങി ഗൈസ്. ആ പോരി പുണ്യാളെ ഞാൻ വാങ്ങിക്കി. ആ ഗൈസ് അമ്മ വരുന്നുണ്ട്. ഈ പ്രേമസ്വാമികൾ എന്താ മാളികപ്പുറം മാളികപ്പുറം അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഈ നിമിഷത്തിൽ എന്താണ് അമ്മ പറയാനുള്ളത്? പഠിച്ചവനെ അനുഗ്രഹിച്ച് അവിടെ കൊണ്ടുപോട്ടെ എന്ന് പറയുന്നത്. കാരണം അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മയെ മലക്ക് കൊണ്ടാണ്. പക്ഷേ അച്ഛനത് സാധിക്കാതെ പോയി. അച്ഛൻ ഞങ്ങളെ വിട്ടു പോയി. ഇപ്പം അതുകൊണ്ട് കുറേ ആയാലായി അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് പോയിട്ട്. അപ്പം അച്ഛൻ പറഞ്ഞൊരു വാക്കായിരുന്നു അമ്മനെയും കൊണ്ട് വെച്ച് മലക്ക് പോകുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങൾ ഈ ഒരു വർഷം അമ്മയും കൊണ്ട് വെച്ച് പോകാമെന്നുള്ള തീരുമാനത്തിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ മാലയൊക്കെ ഇട്ട് ഗൈസ് ഇപ്പം എല്ലാ മേക്കപ്പും പോയി. അമ്മേൻ്റെ എല്ലാ മേക്കപ്പും പോയി ഗൈസ്. പല്ല് പോലെ ഇല്ല. ഇപ്പം ആൾക്കാർ പറയും മറ്റേ അമ്മ അങ്ങനെ പറയണ്ടേ അമ്മക്ക് പ്രായം കുറവാണ് എന്ന്. 55 വയസ്സായി. പക്ഷെ നോക്കിയേ ഗൈസ് ഇപ്പം പല്ലില്ല ഗൈസ്. നേരെ നോക്ക് ഗൈസ് ഡൈ ആണ് ഫുള്ള്. ഇതൊക്കെ പോയി ഇനിയിപ്പം പറ്റത്തില്ലല്ലോ. വീട്ടിലെല്ലാ ഭക്ഷണം വെച്ചിക്കേ എന്നിട്ട് അമ്മ ഇവിടുന്ന് കാപ്പി കുടിച്ചിട്ട് പോവാം. ഇതാണ് അമ്മൻ്റെ സ്വഭാവം. എവിടെ പോയാലും അന്നദാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ വേറെ ഉണ്ടായിട്ടല്ല അതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അമ്മൻ്റെ ചിന്താഗതി. നല്ല ഉപ്പുമാവുണ്ട്, കാപ്പി ഉണ്ട് ഗൈസ്. ചൂട് കാപ്പി ഉപ്പുമാവ് ഇവിടെ ഇരുന്നത്. അമ്മ കാപ്പിയും ഉപ്പുമാവും കഴിക്കുന്നു. തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഉപ്പുമാവും കാപ്പി അടിപൊളി. ചുക്ക് കാപ്പി കഴിക്കും. അടിപൊളി കാപ്പി കേട്ടോ. ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന അമ്മയുടെ കൂടെ വേണം. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച കേട്ടോ മാലിടുന്നത്. ഞങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്, ഒരു പ്രോഗ്രാമിന് പോകാനുണ്ട്. അപ്പൊ എറണാകുളത്തേക്ക് പോവാണ്. അപ്പം അതിന്റെ പിന്നെ വിശേഷങ്ങൾ ഞങ്ങൾ ഇതിന്റെ പുറകിൽ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കൂടെ കൂടിക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഞങ്ങൾ എൻഡ് ചെയ്യാണ് ഗൈസ്. ടാറ്റാ.